എൻ പ്രശാന്ത് IASന്റെ സസ്പെൻഷൻ കാലാവധി നീട്ടി 4 മാസത്തേക്കാണ് സസ്പെൻഷൻ നീട്ടിയത്. ചീഫ് സെക്രട്ടറിയുടെ മെമ്മോയ്ക്ക് വിശദീകരണം നൽകാത്ത സാഹചര്യത്തിൽ ആണ് നടപടി. വാട്സാപ്പ് ഗ്രൂപ്പ് വിവാദത്തെ തുടർന്ന് സസ്പെൻഷനിലായിരുന്ന കെ ഗോപാലകൃഷ്ണനെ സർവീസിൽ തിരിച്ചെടുത്തു. ബി അശോകിനെ കൃഷി വകുപ്പ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് തദ്ദേശ പരിഷ്കരണ കമ്മീഷൻ അധ്യക്ഷനാക്കി മാറ്റിയത് എൻ പ്രശാന്തിനെ പിന്തുണച്ചതിന്റെ പേരിൽ ആണ് എന്ന ആരോപണവും ശക്തമാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി വി വിനോദാണ് ചേരുന്നത്. വിനോദ്, 3 സംഭവങ്ങൾ, അതിൽ ഒന്നാമത്തേത് പ്രശാന്തിൻ്റെതാണ്. പ്രശാന്തിന് കാരണം കാണിക്കൽ അല്ലെങ്കിൽ പ്രശാന്തിനോട് വിശദീകരണം തേടുന്നു, അതിന് പ്രശാന്ത് തിരിച്ചൊരു വിശദീകരണം തേടുന്നു. ഇതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. ഇതിനിടയിലാണ് പ്രശാന്തിന്റെ സസ്പെൻഷൻ നീട്ടിയിട്ടുള്ളത്. മറുപടി നൽകാൻ വൈകുന്നു എന്നതാണോ ഈ നീട്ടലിന് കാരണം? അഭിലാഷ്, 2 IAS ഉദ്യോഗസ്ഥരെയും ഒരേ ദിവസമാണ് നേരത്തെ സസ്പെൻഡ് ചെയ്തത്. കെ ഗോപാലകൃഷ്ണൻ സസ്പെൻഷനിലായത് വിവാദ വാട്സപ്പ് ഗ്രൂപ്പ് സൃഷ്ടിച്ചതുമായി ബന്ധപ്പെട്ട കാര്യത്തിലായിരുന്നു. അതിൽ ഗോപാലകൃഷ്ണനാണ് വാട്സപ്പ് രൂപീകരിച്ചത്. അത് ഹിന്ദു മല്ലു ഓഫീസേഴ്സും മുസ്ലിം മല്ലു ഓഫീസേഴ്സും എന്ന പേരിൽ 2 ഗ്രൂപ്പുകൾ ഉണ്ടായി. ഇതാണ് വലിയ വിവാദമായതും പിന്നീട് സസ്പെൻഷനിൽ കലാശിച്ചതും. അതിന് കൃത്യമായ തെളിവുകളില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സർവീസിൽ തിരിച്ചെടുക്കണമെന്ന ചീഫ് സെക്രട്ടറി അധ്യക്ഷയായ സമിതിയുടെ ശുപാർശ അത് സർക്കാർ അംഗീകരിക്കുകയായിരുന്നു. പക്ഷേ അവിടെ വിനോദ് ഉണ്ടാകുന്ന സംശയം, നേരത്തെ വിനോദ് പറഞ്ഞതുപോലെ ഈ മതാടിസ്ഥാനത്തിലുള്ള ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്നു. ആ സമയത്ത് അദ്ദേഹം നൽകിയ മറുപടി തന്റെ ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ടു എന്നാണ്. പിന്നീട് സൈബർ വിദഗ്ധരടക്കം പരിശോധിച്ചപ്പോൾ അങ്ങനെ ഒരു ഹാക്കിംഗ് നടന്നിട്ടില്ല എന്നത് ബോധ്യപ്പെട്ടതുമാണ്. ആ ഗോപാലകൃഷ്ണനെയാണ് സംരക്ഷിക്കുന്നത് ഇപ്പോൾ സർക്കാർ. തീർച്ചയായും അഭിലാഷ്, അങ്ങനെ തന്നെയാണ്. ഈ ഹാക്കിങ്ങുമായി ബന്ധപ്പെട്ട് നൽകിയ വിശദീകരണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള മൊഴി അത് ശരിയല്ല എന്ന കാര്യം അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ഗൂഗിളിന്റെ പരിശോധനയുണ്ടായിരുന്നു, മെറ്റയുടെ പരിശോധനയുണ്ടായിരുന്നു, സംസ്ഥാന പോലീസിന്റെ ഭാഗമായി ഫോറൻസിക്കിന്റെ പരിശോധന ഉണ്ടായിരുന്നു. ഇതിലെല്ലാം തന്നെ ഹാക്കിംഗ് സംബന്ധിച്ച് യാതൊരുവിധ തെളിവും ലഭിച്ചിരുന്നില്ല. എന്നാൽ അവിടെ സംശയത്തിന്റെ ആനുകൂല്യമാണ് ഗോപാലകൃഷ്ണൻ ലഭിക്കുന്നത്. അതായത് ഗോപാലകൃഷ്ണനാണ് ഈ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയതെന്ന് സ്ഥിരീകരിക്കുന്നതിനാവശ്യമായ തെളിവുകൾ ഒന്നും തന്നെ ലഭിച്ചിരുന്നില്ല. ഈ ഫോണുകൾ കൈമാറുമ്പോൾ അത് മുഴുവനായി ഫോർമാറ്റ് ചെയ്ത രീതിയിലായിരുന്നു. ഫാക്ടറി റീസ്റ്റോർ എന്ന ഓപ്ഷനിൽ പോയി പല കുറി ഫോർമാറ്റ് ചെയ്താണ് ഈ 2 ഫോണുകളും കൈമാറിയത്. ആപ്പിളിന്റെയും സാംസങ്ങിന്റെയും 2 ഫോണായിരുന്നു ഗോപാലകൃഷ്ണന്റെ പക്കലുണ്ടായിരുന്നത്. ഈ 2 ഫോണുകളും ഫോർമാറ്റ് ചെയ്ത് കൈമാറുകയായിരുന്നു അന്വേഷണ സംഘത്തിന്. അതുകൊണ്ട് തന്നെ ഇതാരാണ് ഈ ഗ്രൂപ്പുകൾ രൂപീകരിച്ചത് എന്നത് സംബന്ധിച്ച തെളിവുകൾ അന്വേഷണ സംഘത്തിന് ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ ഒരു സംശയത്തിന്റെ ആനുകൂല്യം തന്നെയാണ് ഗോപാലകൃഷ്ണന് അനുകൂലമായി മാറിയത്. എന്നാൽ പ്രശാന്തിന്റെ കാര്യത്തിലാകട്ടെ, ചീഫ് സെക്രട്ടറി വിശദീകരണം ചോദിച്ചിട്ടും അതിന് മറുപടി നൽകുകയല്ല പ്രശാന്ത് ചെയ്തത്. മറിച്ച് തനിക്കെതിരെയുള്ള തെളിവുകൾ, അതിന്റെ ആധികാരികത അദ്ദേഹം ചോദ്യം ചെയ്യുകയായിരുന്നു. ഡിജിറ്റൽ തെളിവുകളുണ്ട്, അത് തനിക്ക് പരിശോധിക്കാൻ നൽകണം. സ്വാഭാവികമായ ഒരു നീതിയാണ് ഇത്തരത്തിൽ ആരോപണം വരുമ്പോൾ അത് പരിശോധിക്കാനുള്ള അവസരം ഉണ്ടാവുക എന്നത്. ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിലെത്തി അത് പരിശോധിക്കാമെന്ന് നേരത്തെ ഒരു നിർദ്ദേശം പ്രശാന്തിന് ലഭിച്ചിരുന്നു. എന്നാൽ അതിൽ നിന്ന് പിന്നാക്കം പോകുന്നു എന്ന ഒരു കാര്യമാണ് ഇപ്പോൾ പ്രശാന്ത് ഏറ്റവും ഒടുവിൽ നൽകിയ കത്തിൽ പറയുന്നത്. ചീഫ് സെക്രട്ടറിക്ക് തന്നെയാണ് 2 തവണയും ഇങ്ങനെ കത്ത് നൽകിയത്. ഏതായിരുന്നാലും പ്രശാന്തിന്റെ കാര്യത്തിൽ സസ്പെൻഷൻ പിൻവലിക്കുന്നില്ല. ഒരു ഏറ്റുമുട്ടലിന്റെ പാതയിൽ തന്നെയാണ് പ്രശാന്ത് തുടരുന്നതും. അദ്ദേഹത്തിന്റെ സസ്പെൻഷൻ കാലാവധി 4 മാസത്തേക്ക് കൂടി നീട്ടുന്നു. മാത്രമല്ല, ജയതിലകുമായുള്ള ഒരു ഏറ്റുമുട്ടൽ, ജയതിലകിനെതിരെയുള്ള ആരോപണങ്ങൾ, കെ ഗോപാലകൃഷ്ണനെതിരെ പ്രശാന്ത് ഉന്നയിച്ച ആരോപണങ്ങൾ, ഇതിന് മറുപടി നൽകുക, അങ്ങനെ ചാർജ് മെമ്മോ നൽകുമ്പോൾ ആദ്യം ഒരു ഉദ്യോഗസ്ഥൻ ചെയ്യേണ്ടത് അതിന് മറുപടി നൽകുക എന്ന കാര്യമാണ്. അത് പ്രശാന്ത് ചെയ്യുന്നില്ല എന്ന കാര്യമാണ് ചീഫ് സെക്രട്ടറിയുടെ ഓഫീസ് വ്യക്തമാക്കുന്നത്. അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറിക്കുള്ളൊരു നീരസം അക്കാര്യത്തിലാണ്. പ്രശാന്ത് മറുപടിയായി കത്തുകൾ അല്ലെങ്കിൽ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതിന് പകരം ചാർജ് മെമ്മോയ്ക്ക് ആദ്യം മറുപടി നൽകുക, പിന്നീട് അദ്ദേഹത്തിന് എന്തെങ്കിലും വ്യക്തത വേണമെങ്കിൽ തെളിവുകൾ പരിശോധിക്കുക തുടങ്ങിയ കാര്യങ്ങളിലേക്ക് പോവുക. പക്ഷെ പ്രശാന്ത് ഇത് ഒരു നിയമ പോരാട്ടത്തിലേക്ക് കൊണ്ടുപോകാൻ തന്നെയാണ്. മാത്രവുമല്ല ഈ വിനോദ്, ഇതിൽ പ്രശാന്തിന്റെ നിലപാടുണ്ടല്ലോ, താനും ഒരു IAS ഉദ്യോഗസ്ഥരാണ്, തനിക്ക് തന്റേതായ പ്രിവിലേജ് ഉണ്ട്. വെറുതെ എന്തിന്റെയെങ്കിലും അടിസ്ഥാനത്തിൽ കാരണം കാണിക്കാൻ നോട്ടീസ് അയക്കുവാനോ വിശദീകരണം നൽകേണ്ടതോ ആയ ഉത്തരവാദിത്വം തനിക്കില്ല എന്നുകൂടിയാണല്ലോ അദ്ദേഹം ടെലിവിഷൻ ചാനലുകളോട് ഇത് പറയുന്നു. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ആൻസർ നൽകുന്നു. അഭിമുഖങ്ങളിലടക്കം ഇത് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. തീർത്തും നിയമവിരുദ്ധമായാണ് തനിക്കെതിരെയുള്ള നടപടി എന്നാണ് പ്രശാന്ത് പറയുന്നത്. അദ്ദേഹത്തിന്റെ വാദങ്ങൾ ഇങ്ങനെയാണ്. അതായത്
സോഷ്യൽ മീഡിയയിൽ നിന്ന് ശേഖരിച്ച കുറച്ച് തെളിവുകൾ, അത് സ്ക്രീൻഷോട്ടുകളാണ്. തന്റേതായി ഏതെങ്കിലും ആരോപണമുണ്ടോ, താൻ പേരെടുത്ത് പറഞ്ഞുള്ള ആരോപണം നടത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ ആക്ഷേപിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച മറ്റ് ചില സ്ക്രീൻഷോട്ടുകൾ തനിക്കെതിരെയുള്ള തെളിവായി മാറ്റിയിരിക്കുന്നു. ഇതിന്റെയൊക്കെ ആധികാരികത പരിശോധിക്കണം. ഡിജിറ്റൽ തെളിവുകൾ എങ്ങനെ തനിക്ക് എതിരെ ഉള്ളതാകും എന്ന ചോദ്യമാണ് പ്രധാനമായും അദ്ദേഹം ഉന്നയിക്കുന്നത്. മാത്രമല്ല ചില പരിഹാസങ്ങൾ ഉണ്ടായത്, അതൊക്കെ അദ്ദേഹം തന്നെ ഒരു ഹാസ്യം അല്ലെങ്കിൽ ഒരു സർക്കാസം എന്ന രീതിയിലൊക്കെ അദ്ദേഹം അതിനെ പിന്നീട് വ്യാഖ്യാനിക്കുന്ന നിലയും ഉണ്ടായി. ഏതായിരുന്നാലും ഒരു സീനിയർ IAS ഉദ്യോഗസ്ഥനുമായി നടത്തിയ ഏറ്റുമുട്ടൽ, അദ്ദേഹത്തെ ലക്ഷ്യം വെച്ചുള്ള ആക്ഷേപങ്ങൾ, കെ ഗോപാലകൃഷ്ണനെതിരെയുള്ള ആരോപണങ്ങൾ, ഇതെല്ലാം തന്നെ നിലനിൽക്കുമ്പോൾ അദ്ദേഹത്തോട് സർക്കാർ വിശദീകരണം ചോദിക്കുന്നു. ഈ സസ്പെൻഷനിൽ നിൽക്കുമ്പോൾ അദ്ദേഹം അതിന് ചാർജ് മെമ്മോയ്ക്ക് മറുപടി നൽകുന്നില്ല, മറിച്ച് ചീഫ് സെക്രട്ടറിക്ക് 2 തവണയായി കത്തയക്കുകയാണ് ചെയ്തത്. മാത്രമല്ല അതിന്റെ നിയമപരമായ വശങ്ങൾ കൂടി ഇതിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എങ്ങനെയാണ് തനിക്കെതിരെ നടപടിയെടുക്കാൻ കഴിയുക? ഈ തെളിവുകൾ പരിശോധിക്കാനുള്ള സ്വാഭാവികമായ നീതി, അതിനുള്ള അവകാശം തനിക്കുണ്ട്, അത് നൽകണം. ഇനിയും 15 ദിവസം അവശേഷിക്കുന്നുണ്ട്. ആ കാലാവധിക്കുള്ളിൽ തനിക്ക് ഇത് പരിശോധിച്ച് കൃത്യമായ മറുപടി നൽകാനുള്ള അവസരം നൽകണമെന്നാണ് 2 ദിവസം മുൻപും നൽകിയ 2ാമത്തെ കത്തിൽ പ്രശാന്ത് ആവശ്യപ്പെട്ടത്. അതിന് ചീഫ് സെക്രട്ടറി വഴങ്ങിയിട്ടില്ല. ആദ്യം വിശദീകരണം നൽകൂ എന്ന നിലപാടിലാണ് ചീഫ് സെക്രട്ടറി നിൽക്കുന്നത്. ഗോപാലകൃഷ്ണൻ സർവീസിലേക്ക് തിരിച്ചെത്തുന്നു. അതേസമയം പ്രശാന്ത് 4 മാസത്തേക്ക് കൂടി സസ്പെൻഷൻ കാലാവധി നീട്ടി അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യുന്നു. അഭിലാഷ്, ഒപ്പം ഈ അശോകിനെ മാറ്റുന്നത്, ഇപ്പോൾ ഈ പ്രശാന്തിനെ പിന്തുണയ്ക്കുന്നവരെയും തെരഞ്ഞുപിടിച്ച് നടപടി എന്ന നിലയിലേക്ക് ഇത് വായിച്ചെടുക്കുവാനുള്ള സാധ്യതയുണ്ട്. പൊതുവെ ഇപ്പോൾ ഈ IAS തലപ്പത്ത് ഒരു ചേരിപ്പോര് നിലനിൽക്കുന്നു. അത് ഭരണതലത്തിൽ തന്നെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ട്. രാഷ്ട്രീയ എതിരാളികൾ അതിനെ ആയുധമാക്കി മാറ്റുന്ന പശ്ചാത്തലമുണ്ട്. അപ്പോഴും സർക്കാർ ഈ പ്രശാന്തിനെ പിന്തുണയ്ക്കുന്നവർക്കെതിരെ കൂടി നടപടികളുമായി മുന്നോട്ട് പോകുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? അങ്ങനെ ഒരു വ്യാഖ്യാനം കൂടി വരുന്നുണ്ട്. കൃഷി വകുപ്പിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു അശോക്, ഡോക്ടർ B. അശോക്. അദ്ദേഹത്തെ ഇപ്പോൾ തദ്ദേശ വകുപ്പിന്റെ പരിഷ്കരണ വിഭാഗത്തിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. പ്രശാന്തിനെ അദ്ദേഹം പിന്തുണച്ചു എന്ന നിലയിൽ ഉള്ള വിലയിരുത്തൽ നേരത്തെ ഉണ്ടായി. അതിന്റെ ഒരു പ്രതിഫലനമാണോ ഇപ്പോഴത്തെ സ്ഥാനചലനം എന്നതും ചർച്ചകൾക്ക് ഇടവരുത്തുന്നുണ്ട്. കാരണം ഇന്ന് 3 ഉത്തരവുകളാണ് പുറത്തു വന്നിട്ടുള്ളത്. അതിൽ ഒന്ന് ഗോപാലകൃഷ്ണനെ സർവീസിൽ തിരിച്ചെടുക്കുന്നത്, പ്രശാന്തിന്റെ സസ്പെൻഷൻ കാലാവധി 4 മാസത്തേക്ക് കൂടി നീട്ടിയത്, അതോടൊപ്പം തന്നെ അശോകിനെ മാറ്റിക്കൊണ്ടുള്ള ഉത്തരവ്. ഇത് നൽകുന്ന സൂചന പ്രശാന്തിന്റെ ചെയ്തികളോട് സർക്കാരിന് യോജിപ്പില്ല, അച്ചടക്കം പാലിക്കേണ്ടതാണ്, സർവീസ് റൂൾ പാലിക്കേണ്ട ഒരു ഉദ്യോഗസ്ഥൻ തിരിച്ച് ഉന്നത ഉദ്യോഗസ്ഥയെ, ചീഫ് സെക്രട്ടറിയെ തന്നെ ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് അല്ലെങ്കിൽ അവരോട് വിശദീകരണം ചോദിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അങ്ങനെ ഒരു ഉദ്യോഗസ്ഥനെ ആരെങ്കിലും പിന്തുണച്ചാൽ അവർക്കും സ്ഥാനചലനം ഉണ്ടാകും. അവരോടുള്ള നീരസം കൂടി സർക്കാർ പ്രകടിപ്പിക്കുന്നു. ആ നിലയ്ക്ക് തന്നെയാണ് അശോകിന്റെ സ്ഥാനചലനത്തെയും വിലയിരുത്തുന്നത്. ഏതായിരുന്നാലും ഇന്ന് 3 ഉത്തരവുകൾ പുറത്തിറങ്ങുമ്പോൾ ഈ 3 കാര്യങ്ങളും ചേർത്ത് വായിക്കപ്പെടുകയാണ്. അഭിലാഷ്, യെസ്, IAS തലപ്പത്ത് ചേരിപ്പോര് തുടരുന്നതിനിടെയാണ് പ്രശാന്തിന്റെ സസ്പെൻഷൻ കാലാവധി നീട്ടിയത്. അതേസമയം മതാടിസ്ഥാനത്തിൽ ഗ്രൂപ്പ് രൂപീകരിച്ചതുമായി ബന്ധപ്പെട്ട സസ്പെൻഷനിലായിരുന്ന ഉദ്യോഗസ്ഥനെ തിരികെ എടുക്കുകയും ചെയ്തിരിക്കുന്നു. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന് VV വിനോദ്.